മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു. പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് മരിച്ചത്. പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതദേഹം പോലീസ് ഇടപെട്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എസ് മഹേഷ് കുമാർ വിവരങ്ങൾ നൽകും. മഹേഷ്, വിശദാംശങ്ങൾ. ജെയിംസ്, ഈ പെരുമ്പാവൂർ സ്വദേശിയാണ് അവര് മലപ്പുറത്ത് താമസിക്കുകയാണ്. മലപ്പുറത്ത് അതിനിടയിലാണ് ഇപ്പോൾ പ്രസവം നടന്നത്. വീട്ടിൽ തന്നെ, അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയില്ല, ഡോക്ടറെ കാണാൻ അവർ തയ്യാറായില്ല. വീട്ടിൽ തന്നെ ഈ പ്രസവം നടത്തുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ യുവതിയുടെ മരണം സംഭവിച്ചു. ഈ ഭർത്താവ് സിറാജുദ്ദീൻ അതിന് പിന്നാലെ പെരുമ്പാവൂരിലേക്ക് മൃതദേഹവുമായിട്ട് പോയി. അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പെരുമ്പാവൂരിൽ എത്തിച്ച് മൃതദേഹം കബറടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇത് പുറത്തറിയുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും. ഈ സംഭവത്തിൽ നേരത്തെയും ഇത് 5ാമത്തെ പ്രസവമാണ്. ഈ നേരത്തെ പ്രസവിച്ചപ്പോഴൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല, ഡോക്ടർമാരെ കാണിച്ചില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് കോട്ടൂളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 2 പേര് സ്വന്തം കുഞ്ഞിന് കോർപ്പറേഷൻ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ന്യൂസ് ചാനലും കാര്യങ്ങളിലൊക്കെ റിപ്പോർട്ട് കൊടുക്കുകയും കുറെ ഓൺലൈൻ മീഡിയാസ് അവരെ ഇന്റർവ്യൂ ചെയ്ത് വലിയ വാർത്തകളാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ വീട്ടിൽ നിന്ന് അക്വപഞ്ചർ രീതികൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുകയും ശേഷം ബ്ലേഡ് വെച്ച് പൊക്കിൽ കൂടി മുറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മാസമായിട്ടും അവർ കുഞ്ഞിനെ തള്ളനെ ആശുപത്രി കൊണ്ടുപോവുകയോ വാക്സിനേഷനും കാര്യങ്ങളും എടുക്കുകയോ യാതൊരു വിധത്തിലെ ട്രീറ്റ്മെന്റുകൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശേഷം 4ാം മാസം സ്വന്തം കുഞ്ഞിന് കോർപ്പറേഷൻ ജനന സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അവർ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് വാ തുറക്കുന്നത്. അതുവരെ അവരെല്ലാം രഹസ്യമാക്കി വെച്ചു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്ത്, അതിനെന്താ ഞാൻ വീട്ടിൽ നിന്നാണല്ലോ പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല എന്നുള്ളത്. ശേഷം അതിനെ തുടർന്നിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ച ആൾക്കാർക്ക് വലിയ അവാർഡൊക്കെ കൊടുത്ത് ആദരിക്കുന്ന ചടങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തോ വലിയ മഹത്വമായ കാര്യം ചെയ്ത പോലെ. ആ അവാർഡ് ദാനം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹസിക്കലാണ്, അല്ലെങ്കിൽ ഒരു താഴ്ത്തിക്കിട്ടലാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ ആ ഒരു കോട്ടൂളി ദമ്പതികളുടെ ന്യൂസിനെ തുടർന്ന് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന രീതി ശരിയല്ല, അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടമാണ് എന്ന് പല മീഡിയാസും ന്യൂസ് ചാനൽസും ചെറിയ ചെറിയ യൂട്യൂബേഴ്സും ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഇവര് ചെയ്തിട്ടുള്ള ഒരു പരിഹാസം മാത്രമാണ് ആ അവാർഡ് ദാനം എന്ന് ഞാൻ പറയും. ആ അവാർഡ് ദാനത്തിനിടയ്ക്ക് ഒരു താത്ത വലിയ മഹത്വവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു ചെറിയ പോർഷൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്നുന്ന ഒരു പ്രക്രിയയായിരുന്നു. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്കിഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന. ഈ ഒരു ഭാഗം നിങ്ങൾ കേട്ടല്ലോ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നവരുടെ കണക്കും സുഖമായി ഇരിക്കുന്നവരുടെ കണക്കും മാത്രമേ ഇവർ പറയുന്നുള്ളൂ. എത്ര പേര് മരിച്ചു, എത്ര കുട്ടികൾ മരിച്ചു, അതിൽ എന്തോരം പേര് വികലാംഗരായി ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനൊന്നും അവരുടെ ഇടയിൽ കണക്കില്ല. അവർ ചെയ്തൊരു പ്രവൃത്തി ന്യായീകരിക്കണമെങ്കിൽ അതിലെ നെഗറ്റീവ് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് അവര് വീട്ടിൽ നിന്ന് പ്രസവിച്ച് സുഖമായിരിക്കുന്നവരുടെ എണ്ണം മാത്രം പറയുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. ഇന്നലെ മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു പ്രസവത്തിന്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ മരിച്ചു. സിറാജ് എന്ന് പറയുന്ന ഒരുത്തൻ അവളെ കൊന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അറിയാലോ, വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് റിസ്ക് കൂടും. പണ്ട് കാലങ്ങളിൽ അത്തരത്തിലുള്ള പ്രസവങ്ങളിൽ റിസ്ക് കൂടുതലായതുകൊണ്ടും കുഞ്ഞുങ്ങൾ കൂടുതലായി മരിച്ചതുകൊണ്ടും അമ്മയുടെ ജീവൻ ആപത്ത് സംഭവിക്കുന്നതുകൊണ്ടും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടുമാണ് നല്ലൊരു മെഡിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത്. ഇപ്പോഴും ഉൾനാടൻ പ്രദേശങ്ങളിൽ നല്ലൊരു മെഡിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ലാതെ ജനിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മരിക്കുന്നവരും അംഗവൈകല്യം ഉള്ളവരും അമ്മമാര് മരിക്കുന്നത് ഇപ്പോഴും നമുക്ക് വാർത്തകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഇടയ്ക്കാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഈ സിറാജ് എന്ന് പറയുന്ന വലിയ മണ്ടനെ കൊണ്ടുണ്ടാകുന്നത്. അയാളെ മണ്ടൻ എന്ന് വേണേ വിളിക്കാം. നമ്മുടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുരോഗമനം ഉണ്ടായി, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാട് പുരോഗമിച്ചു, ഒരുപാട് ഹോസ്പിറ്റൽസ് വന്നു. പക്ഷേ ചില ആൾക്കാരുടെ തലച്ചോറിന് മാത്രം അല്ലെങ്കിൽ ബുദ്ധിക്ക് മാത്രം യാതൊരു തരത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടില്ല. അവരിപ്പോഴും ജീവിക്കുന്നത് പഴയ കാലഘട്ടത്തിൽ തന്നെയാണ്. സ്വന്തം ഭാര്യയെയോ കുഞ്ഞിനെയോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്ന് കരുതി അയാൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഇതിനു മുമ്പ് അവര് 5 കുട്ടികളുടെ അമ്മയാണ്. 3 പ്രസവം എവിടെ വെച്ച് നടന്നു എന്നതിന് യാതൊരു തരത്തിലുള്ള വ്യക്തതയില്ല. 4ാമത്തെ പ്രസവം വീട്ടിൽ വെച്ചാണ് നടന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. 5ാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു മരണം അവർക്ക് സംഭവിക്കുന്നത്. ഇതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ മരിച്ച വിവരം അവരുടെ വീട്ടുകാർ പ്രസവത്തിന്റെ ഇടയ്ക്ക് മരിച്ചു എന്നുള്ളത് വീട്ടിലെ ആൾക്കാരെ മാത്രം വിളിച്ച് അറിയിച്ച് ഒരു ആംബുലൻസ് വിളിച്ച് അയാൾ എന്ത് ചെയ്യാണ്, സ്വന്തം ഭാര്യനെ ആരും അറിയാതെ, ആംബുലൻസ് ഡ്രൈവർ പോലും അറിയാതെയാണ് മരണവിവരം മറച്ചു വെച്ചിട്ട് അയാൾ പെരുമ്പാവൂരിലേക്ക് സ്വന്തം ഭാര്യനെ ബോഡി കൊണ്ടുപോകുന്നത്. ആ കുഞ്ഞിനെയും ആ ചോരക്കുഞ്ഞിനെ അയാൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല. അതിന്റെ ആരോഗ്യസ്ഥിതി അറിയാൻ അയാൾ ശ്രമിച്ചില്ല. ഒരുപക്ഷെ ആ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ അയാൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? 2 പേരെ കൊന്ന കൊലക്കുറ്റത്തിന് അയാൾ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അയ്മയ്ക്ക് വേദന ഉണ്ടായിട്ടും അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. പ്രസവശേഷം അയാൾ ചെയ്തൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് അങ്ങ് പോസ്റ്റ് ചെയ്തു, കൊച്ചുണ്ടായെന്നും പറഞ്ഞിട്ട്.
ഹോ, അതാണ് ഇപ്പൊ ഇത്ര തിരക്കിട്ട കാര്യം. ഭാര്യ പ്രസവിച്ചത് വാട്സപ്പ് സ്റ്റാറ്റസ് വഴി നാട്ടുകാരെ അറിയിച്ചപ്പോഴാണ് അയാൾക്ക് ഒരു മനസ്സുഖവും മനഃശാന്തിയും ഒക്കെ ലഭിച്ചിട്ടുള്ളത്. സ്വന്തം ഭാര്യ മരണത്തിനോട് മല്ലടിക്കുമ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. രക്തസ്രാവത്തിനെ തുടർന്നിട്ടാണ് ആ സ്ത്രീ മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പ്രസവം വീട്ടിൽ നിന്ന് എടുത്തു എന്ന് കരുതി രണ്ടാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് ആക്കിയത് തന്നെ വലിയ തെറ്റാണ്. വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെടണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ സമയം അവർക്ക് അനുകൂലമാണെങ്കിൽ മാത്രം. നാളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞിനോ ഒരു അപകടം ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾ മരിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചേക്കാം. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ നാട്ടിലുള്ളത്. അതുപോലും മനസ്സിലാക്കാതെ സ്വന്തം മതഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി സ്വന്തം ഭാര്യേനെയും മക്കളെയും കുരുതി കൊടുക്കുന്ന ഇവനെ പോലുള്ള ആളുകളെ എന്താണ് പറയേണ്ടത്? ഒരുപാട് പേര് ആശാവർക്കർമാരോട് ക്വസ്റ്റ്യനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കണ്ടായിരുന്നു. ആശാവർക്കർ വീട്ടിൽ ചെന്ന സമയത്ത് വയറ് ഇല്ല എന്നും താൻ ഗർഭിണിയല്ല എന്നും ആ സ്ത്രീ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് താൻ ഗർഭിണിയല്ല എന്നും പറഞ്ഞിട്ട് മെഡിക്കൽ ആയിട്ടുള്ള ആ ഒരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും അവർ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ. എന്തിനാണ് അവർ ഇത്തരത്തിലുള്ള ചികിത്സയും കാര്യങ്ങളും നിഷേധിക്കുന്നത്? സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അതായത് മനഃപൂർവ്വം വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന, അതായത് പ്രസവ കാലഘട്ടം തൊട്ടിട്ട് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ യാതൊരു തരത്തിലുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസും ആശ്രയിക്കാത്ത ഗർഭിണികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾ, ജനന സർട്ടിഫിക്കറ്റ് പോലെയുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതൊരു പ്രോത്സാഹനമാണ്. നിങ്ങൾ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന ചില സ്ത്രീകൾ സന്ദർഭം കൊണ്ടും സാഹചര്യം കൊണ്ടും വീട്ടിൽ വെച്ചിട്ടും വണ്ടിയിൽ വെച്ചൊക്കെ പ്രസവം യാദൃശ്ചികമായി സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് എത്താൻ സാധിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം പരിഗണിച്ചിട്ട് ഇങ്ങനെ മനഃപൂർവ്വം ഹോസ്പിറ്റൽ വേണ്ട എന്ന തീരുമാനം എടുത്ത് വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്ന ആൾക്കാർക്ക് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് കർശനമായ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഇവരൊക്കെ തനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കോളും. ഈ സിറാജ് എന്ന് പറയുന്ന ഇവൻ ചുട്ടകോഴീനെ പറപ്പിക്കുന്ന അല്ലെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വലിയ എന്തോ ആളാണ്. ചിലപ്പോൾ വിചാരിച്ചാണ് സ്വന്തം ഭാര്യയോ കുഞ്ഞോ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ, എന്നാൽ പിന്നെ ആ വഴി അങ്ങ് പരീക്ഷിച്ചേക്കാമെന്ന് കരുതിയിട്ടായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അയാൾ എന്തൊക്കെയോ മന്ത്രവാദം ചെയ്യുന്ന ആളാണെന്നോ കൂടാത്രം ചെയ്യുന്ന ആൾക്കാരാണെന്നോ, അയാൾക്ക് എന്തോ യൂട്യൂബ് ചാനൽ. ഭാര്യനെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, അത് വലിയ തെറ്റാണ്. കുഞ്ഞിനെ വാക്സിനേഷൻ എടുക്കാൻ പാടില്ല, അതും വലിയ തെറ്റാണ്. പക്ഷേ വീട്ടിലിരുന്നിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് പൈസ സമ്പാദിക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ഒന്നും യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. അയൽവക്കക്കാരുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് വീടിനടുത്തുള്ള ആൾക്കാർ, നെയ്ബേഴ്സൊക്കെ പറയുന്നത്. ഇവരിങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്, വാടക മാത്രം കറക്റ്റായിട്ട് കൊടുക്കും. 5 മക്കളുണ്ട് എന്ന് തന്നെ ഇപ്പം ന്യൂസ് അറിയുന്ന സമയത്താണ് ആൾക്കാർ തന്നെ അറിയുന്നത് ഇവർക്ക് 5 മക്കളൊക്കെ ഉണ്ടോ, പ്രഗ്നൻ്റ് ആണെന്നുള്ളത് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നാട്ടിൽ നടക്കുന്നത്? നാട്ടിലെ നിയമവ്യവസ്ഥേനെ ഒരു തരി പോലും പേടിയില്ലാത്തതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. വീണ്ടും വീണ്ടും നിയമത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ കുറെ നിയമം? അതൊക്കെ ഒന്ന് പൊടി തട്ടി മാറ്റി കുറച്ച് സ്ട്രിക്റ്റ് ആക്കിക്കൂടെ? അയാൾക്ക് എന്താ പ്രശ്നം? ആ പെണ്ണുവീട്ടുകാർക്ക് പോയി. ഇനിയിപ്പം 5 കുട്ടികളുണ്ട്, കുട്ടികൾ വഴിയാധാരാവരുത്, കുട്ടികൾ അനാഥരാവരുത്, അവർക്കൊരമ്മ വേണം എന്ന് കരുതി ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് ഒരു ജീവിതം കൂടെ കൊടുക്കാമെന്ന് കരുതി അയാൾക്ക് 2ാമത് കെട്ടാം. വീണ്ടും അതിൽ കുറച്ച് മക്കളെ ഉണ്ടാക്കാം. 1, 2, 3, 4, 5 എന്നിങ്ങനെ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അതിറ്റങ്ങളെയും വീട്ടിൽ നിന്ന് തന്നെ പ്രസവിപ്പിച്ചിട്ട് അതിനെയും കൂടെ കൊലക്കി കൊടുക്കണം. ഇതൊക്കെ നടക്കുമല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ടാവുമല്ലോ. അയാൾക്ക് 2ാമത് കെട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആർക്ക് പോയി? ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആ സ്ത്രീ ആവശ്യപ്പെട്ടിട്ടും അയാൾ അത് കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. മരിച്ചുപോയ സ്ത്രീന്റെ വീട്ടുകാർ തന്നെ ഇവർക്ക് ഇപ്പം എതിരാണ് ഇയാൾക്ക്. എന്തായാലും അയാൾക്കിട്ട് 2 പൊട്ടിക്കാണ് വേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. സ്വന്തം ഭാര്യനെ കൊലക്കി കൊടുത്തിട്ട് കുഞ്ഞിനെ വരെ ആശുപത്രി കയറ്റാതെ അയാളുടെ മതഭ്രാന്തും ആ തൊപ്പിക്കകത്ത് വെച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ചുരുളഴിയട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.